നമസ്തേ. അടുത്ത ഒരു പുതിയ യോഗാസനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ശിഥിലീകരണ വ്യായാമം ചെയ്യുന്ന ശരീരത്തെ ഒരുക്കിയ ശേഷം മാത്രമേ നമ്മളൊരു യോഗാസനത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇന്ന് നമ്മൾ പൊതുവെ കാണുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ വയറിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതുപോലെ ശ്വാസോച്ഛ്വാസത്തിനുണ്ടാകുന്ന ചില ചെറിയ തടസ്സങ്ങൾ, ഇതൊക്കെ മാറ്റാനുള്ള വളരെ ലഘുവായിട്ടുള്ള ഒരു യോഗാസനമാണ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേര് ഉത്തിഷ്ഠ പാദാസനം എന്നുള്ളതാണ്. അപ്പോൾ അത് മലർന്ന് കിടന്നിട്ടാണ് ചെയ്യുക. ഇതും ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്കും ചെയ്യാൻ വരുന്ന സിവിയർ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റാതുള്ളൂ. ബാക്കി എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഞാൻ ഓരോന്ന് 1 by 1 പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ കാലും മാറി മാറി 2 or 3 തവണ ഇങ്ങനെ 45 ഡിഗ്രി കാൽമുട്ടുകൾ മടങ്ങാതെ, ഒരു കാല് പോക്കുമ്പോൾ മറ്റേ കാല് മടങ്ങരുത്, കാൽമുട്ട് മടങ്ങരുത്. കാൽ പത്തി ഇങ്ങനെ പിടിക്കുന്നവരെ ഇങ്ങനെ ചൂണ്ടുന്നതായിട്ട് പിടിക്കുക. വിരലുകൾ പരമാവധി സമയം കാലുകളെ നല്ല വലിച്ച് വേണം നിർത്താൻ. പിന്നെ ഈ കാലുകൾ മാറ്റി മാറ്റി ചെയ്യുക. ഒരു 45 ഡിഗ്രി. കൂടുതൽ ആടിക്കൊണ്ടിരിക്കരുത്. നമ്മൾ സ്ഥിരമായിട്ട് നിർത്താൻ സാധിക്കണം. അതൊരു 3-4 പ്രാവശ്യം ചെയ്തതിന് ശേഷം കൈകൾ നമ്മുടെ ശരീരത്തോട് ചേർന്ന് കൈകൾ കൈപ്പത്തി കമഴ്ത്തി തറയിൽ സ്പർശിച്ച് മുട്ടുമടങ്ങാതെ വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലും പൊക്കുക 45 ഡിഗ്രിയിൽ. നോട്ടം നമ്മുടെ കാലിൻ്റെ വിരലിലേക്ക്, അതായത് തല ബെൻഡായി പോകാൻ പാടില്ല. വയറിൻ്റെ ഭാഗം നന്നായിട്ട് ബലം വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അവിടുന്ന് നോർമൽ ശ്വാസോച്ഛ്വാസം. നിന്നധികം വിറയ്ക്കരുത്. അങ്ങനെ ഒരു അനുഭവം തോന്നുകയാണെങ്കിൽ പതുക്കെ താഴ്ത്തി വെക്കുക. വളരെ സാവധാനത്തിലേ കാലുകൾ താഴ്ത്തി വെക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് കാല് നിലത്തേക്ക് ഇടരുത്. അതിനുശേഷം വിശ്രമിക്കാം. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം ചെയ്യാം. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ വയറിന് നല്ല ബലം കിട്ടും. ഇവിടെ ഈ ലൂസായി കിടക്കുന്ന മസിലുകൾ ബലപ്പെട്ട് വരാൻ സാധിക്കും. വയറുള്ള ആൾക്കാർക്കും അത് ചെയ്യാം. ക്രമേണ അവരുടെ വയറിൻ്റെ ലൂസായി കിടക്കുന്ന ആ ഒരു സ്വഭാവം മാറിക്കിട്ടും. ഇതുകൊണ്ട് നമുക്കുള്ള ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ കാലിലെ മസിലുകൾക്കെല്ലാം ആരോഗ്യം കൂടും. മാത്രമല്ല, നടുവേദനയുള്ളവർക്ക് നടുവേദനയ്ക്ക് ശമനം ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിനും നല്ല ബലം ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ശ്വസനത്തെ നമുക്ക് കൃത്യമാക്കി കൊണ്ടുവരാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള ഈ ശ്വാസം മുട്ടലൊക്കെ മാറിക്കിട്ടും. ഇതാണ് ഇതുകൊണ്ടുള്ള ഗുണം. അപ്പോൾ ചെയ്തു നോക്കുക. മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ
സംശയങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. നന്ദി, നമസ്തേ.